രാജാവായിരുന്ന സായിനെ പിടിച്ചിപ്പോൾ ജയിലിലിട്ടിരിക്കുകയാണ്. സായിയുടെ ചെങ്കോലും താക്കോലും നഷ്ടമായി. പക്ഷേ രാജാവ് സായി തന്നെ ആയിരുന്നു. അപ്പോൾ സായിക്കൊരു മോഹം ജയിലിൽ കിടക്കണമെന്ന്. ചെങ്കോലും താക്കോലും കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ മിണ്ടാനും അനങ്ങാനും ഒന്നും പറ്റത്തൊന്നുമില്ല. പക്ഷേ സായി എങ്ങനെയോ പറഞ്ഞു ജയിലിൽ കിടക്കണമെന്ന്. അപ്പോൾ എല്ലാവരും തന്നെ സായിനെ ജയിലിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. നേരെ കയറി ജയിലിൽ കൊണ്ട് കിടത്തുന്നു. പക്ഷേ രാജാവ് സായി തന്നെയാണല്ലോ. അപ്പോൾ സായിയോട് ഋഷി ചോദിക്കുന്നുണ്ട്, രാജ്ഞിയും കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ജയിലിൽ കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്നു. കൈവച്ച് ആംഗ്യം കാണിക്കുന്നു. അപ്പോൾ എല്ലാവരും ശ്രീധുവിൻ്റെ പുറകെ ഓടി ശ്രീധുവിനെ പിടിച്ച് ജയിലിലടയ്ക്കണം, ശ്രീധുവിനെയും ജയിലിൽ ഒരുമിച്ച് കിടക്കണമെന്നാണ് രാജാവ് സായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീധുവിനെ പിടിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ശ്രീധുവിൻ്റെ പുറകെ ഓടുന്നു. അങ്ങനെ ശ്രീധുവിനെ എല്ലാവരും കൂടെ പിടിച്ച് വലിച്ച് ജയിലിലേക്ക് കൊണ്ടുപോയിടുന്നു. അങ്ങനെ ഇപ്പോൾ സായിയും ശ്രീധുവും ജയിലിൽ കിടക്കുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ജാസ്മിനെയും പിന്നെ പിടിച്ച് ജയിലിലിടുന്നുണ്ട്. അവർ കഷ്ടപ്പെട്ട് ജാസ്മിനെ വലിച്ച് നേരെ ജയിലിലിടുന്നു. അത് കഴിഞ്ഞപ്പോൾ സായിയോട് ചോദിച്ചു ജിൻഡോയും കൂടെ അകത്തേക്ക് കയറ്റണമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ ജിൻഡോയെയും കൂടെ കയറ്റിക്കോ എന്ന് പറഞ്ഞു. അവസാനം ജിൻഡോയെയും കൂടെ ജയിലിനകത്ത് കയറ്റുന്നു. ഇപ്പോൾ 4 പേരാണ് ജയിലിനകത്ത് കിടക്കുന്നത്. അതേപോലെ തന്നെ സായിയുടെ രാജാധികാരം ഇപ്പോൾ ലൈവിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പുതിയ രാജാവായിട്ട് സിജോ ആണ് വരുന്നത്. എന്തായാലും ലൈവിൽ വമ്പൻ കോമഡിയാണ് കേട്ടോ ഈ ടാസ്ക്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.